ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തിളക്കമാർന്ന വിജയത്തിന് ഏറ്റവും നിർബന്ധമായ ഒരു മൂല്യനിർണയ ഘടകമാണ് അസൈൻമെന്റ്. അസൈൻമെന്റ് ഒരു മാജിക്കൽ ടൂൾ ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം അത് അംഗീകരിക്കും? അസൈൻമെന്റ് സമർപ്പിക്കുന്നതിന് സുപ്രധാനമായ ഏറ്റവും നല്ല 7 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം. അസൈൻമെന്റിനെ പറ്റി ഇഗ്നോ നൽകുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ ലൈവായി താങ്കൾക്ക് ലഭ്യമാകുന്നത്. നമുക്കറിയാം, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി നാട് മുഴുവനും നല്ല പ്രചരണവും അതിനെ കൂടുതൽ നന്നായി അറിയാത്ത ആളുകൾ കുറെ ബ്ലണ്ടറും അടിച്ചു വിടുന്നത് കാണാം. ഇഗ്നോയിലെ അസൈൻമെന്റിന് വേണ്ടി ചില പ്രത്യേക തൊഴിലാളികൾ തന്നെ ഉണ്ട് കേട്ടോ, കൂലിപ്പട്ടാളം ഉണ്ട് കേട്ടോ. 40 രൂപക്കും 30 രൂപക്കും അസൈൻമെന്റ് തന്നിട്ട് നിങ്ങളെയൊക്കെ പറ്റിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതിൽ പ്രശസ്തമായ മലയാളത്തിലെ യൂട്യൂബേഴ്സും അതിന്റെ പിന്നിലുണ്ട്. കള്ളനാണയങ്ങൾ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. നാമമാത്രമായ ചില കാശിന് വേണ്ടി 50 രൂപ 100 രൂപ 150 രൂപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഹോമിക്കുകയാണ്. ആ കള്ളനാണയങ്ങളെ കൃത്യമായി തിരിച്ചറിയുക. അസൈൻമെന്റ് ഒരു അനുഗ്രഹമാണ്. ഒരു ഡിഗ്രി നമ്മൾ എടുക്കുന്നത് എന്തിനു വേണ്ടിയാ? ജീവിതത്തിൽ അറിവ് സമ്പാദിക്കാൻ, അത് നൂതനമായ സന്ദർഭത്തിൽ പ്രയോഗിക്കാൻ, ജോലി എന്നുള്ള മാർഗത്തിൽ പ്രയോഗിക്കാൻ, കുടുംബം എന്നുള്ള രീതിയിൽ പ്രയോഗിക്കാൻ, തൻ്റെ ജീവിതം എന്നുള്ള രീതിയിൽ പ്രയോഗിക്കാനാണ് ജ്ഞാനം നമ്മൾ സ്വായത്തമാക്കുന്നത്. അങ്ങനെ അറിവ് സമ്പാദനത്തില് നോളജ് ക്രിയേഷൻ പ്രോസസ്സിൽ ഇത്തരത്തിലുള്ള തരികിട തട്ടിപ്പ് പരിപാടിയും കൊണ്ട് ദയവ് ചെയ്ത് നിൽക്കരുത്. ഞാൻ അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ അത്തരത്തിലുള്ള തരികിടകളെ പറ്റി അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തരികിടകളിന് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്, ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് 7 സുപ്രധാനമായ കാര്യങ്ങളാണ്. പലരും എപ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ താങ്കൾ സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായി ഇത് കാണുക. താങ്കൾ ഇഗ്നോ ഗ്രൂപ്പുകളിൽ, താങ്കളുടെ സോഷ്യൽ ഗ്രൂപ്പുകളിൽ, താങ്കളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ, ഇഗ്നോയുടെ ഔപചാരികമായ ഗ്രൂപ്പുകളിൽ താങ്കൾ ഇത് ധൈര്യത്തിൽ പ്രക്ഷേപണം ചെയ്തോളൂ. ഇതെല്ലാം തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നല്ല സ്കോർ കിട്ടാനുള്ള സത്യസന്ധമായ മാർഗമാണ് പറഞ്ഞു തരുന്നത്. ഒന്ന്, when to submit the assignment. എപ്പോഴാണ് ഞാൻ അസൈൻമെന്റ് സമർപ്പിക്കേണ്ടത്? അപ്പൊ എപ്പോഴാണ് ഞാൻ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഏത് അസൈൻമെന്റ് ആണ് ഞാൻ എഴുതേണ്ടത് എന്നുള്ള ഒരു ചോദ്യം അവിടെ പ്രസക്തമാണ്. ഹൗ ടു റൈറ്റ് ദ അസൈൻമെന്റ് എന്നുള്ളത്, എങ്ങനെ അസൈൻമെന്റ് എഴുതണം എന്നുള്ളത് അത് മറ്റൊന്ന്. ഏത് അസൈൻമെന്റ് ആണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഇഗ്നോയുടെ സൈറ്റിൽ പോയാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെൻ ടു സബ്മിറ്റ് ദ അസൈൻമെന്റ്. എപ്പോഴാണ് ഞാൻ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഏത് അസൈൻമെന്റ് ആണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? വേർ ടു സബ്മിറ്റ് ദ അസൈൻമെന്റ്. എവിടെയാണ് ഞാൻ അസൈൻമെന്റ് കൊടുക്കേണ്ടത്, സമർപ്പിക്കേണ്ടത്? വേർ ടു ഗെറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് എവിടെ നിന്ന് കിട്ടും? ഹൗ ടു റൈറ്റ് അസൈൻമെന്റ്. മനോഹരമായ അസൈൻമെന്റുകൾ എങ്ങനെ എഴുതാം? ക്രൈറ്റീരിയ ഓഫ് അസസ്മെന്റ് ഇവാലുവേഷൻ. അസൈൻമെന്റ് അസസ് ചെയ്ത് മൂല്യനിർണ്ണയം നടത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അസൈൻമെന്റ് ബൈൻഡ് ചെയ്ത് ഫ്രണ്ട് ഷീറ്റും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ എങ്ങനെയാണ് ഞാൻ അതിൽ കൈകാര്യം ചെയ്യുന്നത്? ടോട്ടൽ മാർക്കുകൾ അസൈൻമെന്റിന് എന്താണ്? ഇങ്ങനെ സുപ്രധാനമായ 7 കാര്യങ്ങളെ പറ്റി ഇഗ്നോയുടെ പോർട്ടലിൽ ഇന്ന് നൽകിയ ഏറ്റവും പുതിയ ഒരു വിവരമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. ഇഗ്നോയുടെ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ കാണുകയും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും വേണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇഗ്നോയുടെ ഹോം പേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം www.igno.ac.in. അവിടെ പ്രധാനമായും മുകളിലെ 5 ടാസ്ക് ബാറുകളുണ്ട്. അതിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റുഡന്റ് സപ്പോർട്ടിൽ പോയി ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ പോയാലും കിട്ടും. അല്ലെങ്കിൽ ഹോം പേജിൽ തന്നെ ഇവിടെ 2ാമത്തെ ലിങ്കിൽ ഡൗൺലോഡ്സ് ഉണ്ട്, അവിടെ പോയാലും കിട്ടും.
ആ രണ്ട് മാർഗത്തിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ നേരത്തെ ഉള്ളത് ഒരുപാട് സ്റ്റുഡന്റ് സപ്പോർട്ടിൽ ഒരുപാട് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. ഡൗൺലോഡ്സ് എന്നുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ എവിടെയാണെങ്കിലും ഡൗൺലോഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ അസൈൻമെന്റ്സ് എന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പൊ ഇഗ്നോയിലെ ഹോം പേജിലെ ഡൗൺലോഡ് എന്നുള്ളതിൽ അസൈൻമെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായി നിങ്ങളുടെ കോഴ്സ് കോഡ് എന്താണ് ഞാൻ പറയുന്നത് വേണമെങ്കിൽ ദയവ് ചെയ്ത് എഴുതിയെടുത്തോളൂ കേട്ടോ. ഈ വീഡിയോ ഇത്തിരി ദൈർഘ്യമേറിയതാണ്, കാരണം നിങ്ങൾക്ക് ആഴത്തിൽ ഞാൻ മനസ്സിലാക്കി തരികയാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ശ്രദ്ധയില്ലായ്മയാണ് ഈ മനസ്സിലാകാത്തതിന്റെ കാരണം. അപ്പോ അസൈൻമെന്റ് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് ബാച്ചിലെ കുട്ടിയാണ് എന്ന് അറിയണം. ഏത് ബാച്ചിലെ കുട്ടിയാണ്, ഏത് ബാച്ചിലെ സ്റ്റുഡന്റ് ആണ് എന്ന് അറിയാൻ വളരെ എളുപ്പപ്പണിയുണ്ട്. നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറിലെ ആദ്യത്തെ 4 അക്കം മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് വാട്സപ്പ് ചെയ്ത് ചോദിച്ചോളൂ, നിങ്ങൾ ഏത് ബാച്ചിലെ കുട്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ചിലർ 60% ആളുകൾക്കും അറിയില്ല, കാരണം അവര് ഒരു അക്ഷയ സെന്ററുകാരൻ ചെയ്തു കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കഫേയിൽ പോയി ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ റാൻഡമായി മൊബൈലിൽ കുത്തിയപ്പോൾ അയാൾക്ക് എന്തോ കിട്ടിയതായിരിക്കാം. എന്ത് ചെയ്യണമെന്ന് കൃത്യമായ ഒരു മാനദണ്ഡമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നത്. അപ്പോ നിങ്ങളുടെ പീരീഡ് ഇപ്പോൾ 22-5 എന്നുള്ള ഒരു നമ്പർ, 225 എന്നുള്ള ഒരു എൻറോൾമെന്റ് നമ്പർ ആണ് എങ്കിൽ നിങ്ങൾ ജൂലൈ 22 ബാച്ചിലെ കുട്ടിയാണ്. അത് നിങ്ങൾ ആനുവൽ പ്രോഗ്രാം ആണ് ചെയ്യുന്നതെങ്കിൽ ജൂലൈ 22 എന്നുള്ള ആ അസൈൻമെന്റ് ആണ് എടുക്കേണ്ടത്. ആനുവൽ കുട്ടിയാണെങ്കിൽ ജൂലൈ 22 എന്നുള്ളതാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ജൂലൈ 23 ബാച്ചിലാണ്. നമ്മൾ ഇനി വരുന്ന പരീക്ഷ എന്ന് പറയുന്നത് ഡിസംബറിലെ പരീക്ഷയാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണമല്ലോ. അതുകൊണ്ട് ഡിസംബർ 24 പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഇനി ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇതിനു മുമ്പ് അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ, ഇപ്പോൾ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നവർ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമും സെമസ്റ്റർ പ്രോഗ്രാമും ചെയ്യുന്നവർക്ക് ഇത് ബാധകമാണ്. ജൂലൈ 23 സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, സെമസ്റ്റർ പ്രോഗ്രാം ചെയ്യുന്നവർക്ക് ഇത് ബാധകമാണ്. ജാനുവരി 23 അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ്. എല്ലാവർക്കും ഇത് ബാധകമാണ്. അത് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, ഡിപ്ലോമ ആയിക്കോട്ടെ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ആയിക്കോട്ടെ, പോസ്റ്റ് ഗ്രാജുവേഷൻ PG പ്രോഗ്രാം ആയിക്കോട്ടെ, മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും അവർക്കെല്ലാവർക്കും ഇത് ബാധകമാണ്. അപ്പോൾ ജൂലൈ 23 സെമസ്റ്റർ പ്രോഗ്രാംകാർ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംകാർ, ജനുവരി 24 അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാവരും, അവർക്കെല്ലാം ഇത് ബാധകമാണ് ഇനി ഞാൻ പറയുന്ന സംഗതി. അപ്പൊ എൻറോൾമെന്റ് നമ്പർ നിങ്ങൾ 99%, ഡിഗ്രിക്കാർക്ക് അതായത് ആനുവൽ പ്രോഗ്രാംകാർക്ക് 224, 225, അല്ലെങ്കിൽ ജാനുവരി പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് 23-0 എന്ന് തന്നെ ഉണ്ടാകും. ആനുവൽ പ്രോഗ്രാം ആയതുകൊണ്ട് 23-0, 230 എന്ന നമ്പർ ഉള്ള എല്ലാവർക്കുമാണ് ഞാൻ ഇത് പറയുന്നത്. 231കാർക്കും ഇത് ബാധകമാണ്. ചിലപ്പോൾ 232കാർക്കും ഇത് ബാധകമാകാം. ചിലപ്പോൾ 233കാർക്കും ബാധകമാകാം. പിന്നെ എല്ലാ സെമസ്റ്റർ പ്രോഗ്രാം ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞവർക്കും ഇത് ബാധകമാണ്. ആനുവൽ പ്രോഗ്രാംകാർക്ക് 230, 231, 232കാർക്കെല്ലാം ഇത് ബാധകമാണ്. എങ്കിലും എന്റെ വീഡിയോ ഒന്നും കൂടി കണ്ട് കേട്ട് മനസ്സിലാക്കി ഉറപ്പുവരുത്തിക്കോളൂ. പിന്നെ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ സംഗതി, നിങ്ങൾ ഏത് സ്കൂളിൽ പെട്ടവരാണ് എന്ന് അറിയണം. ഏത് സ്കൂളിൽപ്പെട്ടവരാണ്? അപ്പൊ നിങ്ങൾ മാസ്റ്റർ ഡിഗ്രി ആണോ ചെയ്യുന്നത്, ബാച്ചിലർ ഡിഗ്രി ആണോ ചെയ്യുന്നത്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം ആണോ ചെയ്യുന്നത്, ഡിപ്ലോമ പ്രോഗ്രാം ആണോ ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആണോ ചെയ്യുന്നത്, പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആണോ ചെയ്യുന്നത്, അപ്രീസിയേഷൻ പ്രോഗ്രാം ആണോ ചെയ്യുന്നത്, ഏത് പ്രോഗ്രാം ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ആ ലെവൽ കൃത്യമായി മനസ്സിലാക്കണം. 2, നിങ്ങൾ ഏത് സ്കൂളിൽപ്പെട്ടവരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ MA ഇംഗ്ലീഷിന് ഒരു ഉദാഹരണം എടുത്തിട്ട് ഞാനിപ്പോൾ പറയാം.
ഒപ്പം തന്നെ MCOMന്റെയും ഞാൻ പറയാം. അപ്പൊ അതൊരു സെമസ്റ്റർ പ്രോഗ്രാമും വരുന്നുണ്ട്, ഒരു ആനുവൽ പ്രോഗ്രാമും വരുന്നുണ്ട്. അപ്പൊ മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ അസൈൻമെന്റിന്റെ ഒരു വല്ലാത്ത തേരോട്ടമാണ് നമ്മൾ ഇവിടെ കാണുക. അപ്പൊ ഏത് അസൈൻമെന്റ് ആണ് ഞാൻ ക്ലിക്ക് ചെയ്യേണ്ടത്, ഏത് അസൈൻമെന്റ് ആണ് ഞാൻ എടുക്കേണ്ടത് എന്നുള്ളത് ഇവിടെ എല്ലാം എമ്മുകളാണ്. ഈ കാണുന്നതെല്ലാം എമ്മുകളാണ്. ഈ അസൈൻമെന്റ് എടുക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു MEGയുടെയാണ് ഞാൻ എടുക്കുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഏതാണോ വേണ്ടത് അത് ഇവിടെ സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുക്കാം. അപ്പൊ ഞാൻ MEGയിൽ ക്ലിക്ക് ചെയ്യുന്നു. MEGയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജൂലൈ 23, ജാനുവരി 24 എല്ലാം ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. 2 ബാച്ചുകാർക്ക് പൊതുവാണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ജൂലൈ 23 പരീക്ഷ അത് ആനുവൽ ആവുക ജൂലൈ 24 ജാനുവരി 24 സ്വാഭാവികമായി ഈ ആദ്യത്തത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻകാർക്ക് ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ജൂലൈ 23, ജാനുവരി 24, ജൂൺ 24 പരീക്ഷയ്ക്ക് ഉള്ളതാണ്. ജൂൺ 24 പരീക്ഷയ്ക്കുള്ളതാണ് ഒന്നാമത്തേത്. നമ്മൾ ഇപ്പോൾ എടുക്കേണ്ടത്, അതായത് ഡിസംബർ പരീക്ഷ എഴുതുന്നവർ ആനുവൽ പ്രോഗ്രാംകാർ ജൂലൈ 22, ജാനുവരി 23 എടുക്കേണ്ടത്. കാരണം ജൂലൈ 22 എന്നുള്ള അസൈൻമെന്റ് എടുക്കുമ്പോൾ ജൂൺ 23 അത് വരും. അതിൽ എടുത്തിട്ടുള്ളവർ നേരത്തെ സമർപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. സമർപ്പിക്കാത്തവർ ജൂലൈ 22 അഡ്മിഷൻ എടുത്തവർ, ജാനുവരി 23 അഡ്മിഷൻ എടുത്തവർ, ജാനുവരി 23കാർക്കാണ് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. അപ്പൊ ജാനുവരി 23കാർക്ക് ഡിസംബറിലാണ് പരീക്ഷ വരുന്നത്. അപ്പൊ നിർബന്ധമായും എഴുതി വെക്കുക, ഡിസംബർ 23 പരീക്ഷ എഴുതുന്നവർ ജാനുവരി 23ന്റെയാണ് സെലക്ട് ചെയ്യേണ്ടത്. സെമസ്റ്ററുകാർ ഡിസംബർ 23 പരീക്ഷ എഴുതാൻ ജൂലൈ 23 എടുക്കേണ്ടത് സെമസ്റ്ററുകാർ. അപ്പൊ അത് കൃത്യമായി എഴുതിയെടുത്തോളൂ. ഇനി അതിൽ ഒരു വ്യത്യാസവുമില്ല. ഡിസംബർ 23 അഡ്മിഷൻ എടുത്തവർ പരീക്ഷ എഴുതുന്നവർ, ഡിസംബർ 23 പരീക്ഷ എഴുതുന്നവർ, ഇതിനു മുമ്പ് പരീക്ഷ എഴുതി തോറ്റവരോ പരീക്ഷ ആദ്യമായിട്ട് എഴുതുന്നവരോ എല്ലാം, അസൈൻമെന്റ് ഇതിനു മുമ്പ് സമർപ്പിച്ചവർക്ക് ഇനി അത് ബാധകമല്ല. അസൈൻമെന്റ് തോറ്റിട്ടുണ്ടെങ്കിൽ അത് ബാധകമാണ്. അസൈൻമെന്റിൽ തോൽക്കാത്ത, അസൈൻമെന്റ് ഇതുവരെ സമർപ്പിക്കാത്തവർക്കാണ് ഈ പറയുന്നത്. അതായത് ഡിസംബർ 23 പരീക്ഷ എഴുതുന്നവർ, സെമസ്റ്ററുകാർ ജൂലൈ 23 എന്നുള്ള ഈ അസൈൻമെന്റ് ആണ് എടുക്കേണ്ടത്. ആനുവൽകാർ ജാനുവരി 23 എന്ന് പറയുന്ന ഇതാണ് എടുക്കേണ്ടത്. ഈ 2 എണ്ണം മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഇനി അതിന് മുമ്പ് അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ, സെക്കൻഡ് ഇയറുകാരുണ്ടാവും, അവരും ഇത് ഓർത്താൽ മതി. ഡിസംബർ 23 പരീക്ഷ എഴുതുന്നു എങ്കിൽ ആനുവൽകാർ ജാനുവരി 23ന്റെയാണ് എടുക്കേണ്ടത്. സെമസ്റ്ററുകാർ ജൂലൈ 23 എടുക്കേണ്ടത്. അക്കാര്യം വളരെ ഭംഗിയായിട്ട് ഓർത്തു വെക്കുക. ഇനി ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നവരുണ്ട്, അവർ ജൂൺ 24 പരീക്ഷ എഴുതുന്നവരുണ്ടാവും. ഇപ്പൊ ഈ ഡിസംബറിൽ എഴുതാൻ എനിക്ക് വയ്യ, അസൈൻമെന്റും ഇപ്പൊ ഞാൻ കൊടുക്കുന്നില്ല, അതും കൂടി ഞാൻ ഒപ്പം പറഞ്ഞു പോവുകയാണ്. ഞാൻ ജൂൺ 24 ഈ പരീക്ഷ കഴിഞ്ഞ ഉടനെ വരുന്ന പരീക്ഷയ്ക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അത് എഴുതിയെടുത്തോളൂ. ജൂൺ 24 പരീക്ഷ എഴുതുന്നവർ, സെമസ്റ്ററുകാർ ജാനുവരി 24, ഈ ഒന്നാമത്തത് ജാനുവരി 24ന്റെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതേപോലെ ജാൻ 24 പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന, അഥവാ ജൂൺ 24 അടുത്ത സെമസ്റ്റർ ജൂൺ 24 പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നവർ, ആനുവൽകാർ, അവർ നിർബന്ധമായും ഇത് നമ്മൾ ജൂലൈ 23ന്റെയാണ് എടുക്കേണ്ടത്. ജൂലൈ 23ന്റെയാണ് എടുക്കേണ്ടത്. ജൂൺ 24 പരീക്ഷ എഴുതുന്നവർ, സെമസ്റ്ററുകാർ ജാനുവരി 24 എന്നുള്ള ഇതേ സംഗതി തന്നെയാണ് എടുക്കേണ്ടത്. അവർ ജൂൺ 24 പരീക്ഷ എഴുതേണ്ടത്. അപ്പൊ വളരെ കൃത്യമായി നമ്മൾ ഇത് മനസ്സിലാക്കി വെക്കുക. സപ്പോസ് പരീക്ഷ നിങ്ങൾ ഇപ്പോൾ എഴുതുന്നില്ലെങ്കിലും തുടക്കത്തിലെ അസൈൻമെന്റ് എഴുതി വെക്കുക. 2 കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. എഴുതുന്നത് ഇപ്പോൾ അസൈൻമെന്റ് നിർബന്ധമായും വെക്കാം. പരീക്ഷ എഴുതിയില്ലെങ്കിലും
ഇപ്പോൾ തന്നെ വെക്കാം. ഇനി പരീക്ഷ എഴുതുമ്പോഴേ അസൈൻമെന്റ് വേണ്ടു എങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം. നല്ല മാർക്ക് കിട്ടാൻ ഞാൻ ഒരു എളുപ്പപ്പണിയും കൂടി പറഞ്ഞു തരാം. നിങ്ങൾക്ക് മലയാളത്തിൽ നല്ല ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ജോയിൻ ചെയ്തോളൂ. മുബാറക് മാസ്റ്ററിലെ എം നോട്ട്സിലെ ഒരു SMS, ഒരു വാട്സപ്പ് മെസ്സേജ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. ഒരു വാട്സപ്പ് മെസ്സേജ് വിട്ടാൽ താങ്കൾക്ക് അതിന്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഇനി നല്ല മെത്തേഡിലെ ലേബർ ഇന്ത്യ മോഡലിലെ നല്ല മാർക്കോട് കൂടി ബുക്ക് വാങ്ങിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് എല്ലാ PGക്കാർക്കും എല്ലാ ഡിഗ്രിക്കാർക്കും സയൻസ് ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് നല്ല മാർക്കോട് കൂടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ജിയോഗ്രഫി, ജിയോളജി, കൊമേഴ്സ്, സൈക്കോളജിയിലെ PG ഇതെല്ലാം നല്ല മാർക്കോട് കൂടി 60% കൂടുതൽ അഷ്വേർഡ് മാർക്ക് കിട്ടാൻ എം നോട്ട്സ് പ്രത്യേകം തയ്യാറാക്കിയ റെഫറൻസ് മെറ്റീരിയൽസ് ഉണ്ട്. 70+ മാർക്ക് വാങ്ങാനുള്ള ഏറ്റവും നല്ലതാണ്. അതിനുള്ള അസൈൻമെന്റുകളെല്ലാം നമ്മൾ അവിടെ പഠിക്കാനുള്ള ടൂളാണ് നിങ്ങൾക്ക് തരുന്നത്, അല്ലാതെ കള്ളക്കോപ്പി അടിക്കാനുള്ളതല്ല. അങ്ങനത്തെ സംഭവം നമ്മൾ വളരെ 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 എതിർക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അസൈൻമെന്റുമായി സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യം, അസൈൻമെന്റ് എങ്ങനെ വേണം, അതിന്റെ സ്ട്രക്ചർ വേണം, അതിന്റെ ഘടന എങ്ങനെ വേണം എന്നുള്ളതെല്ലാം കൃത്യമായി നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ പല വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതിലെ ചില കാര്യങ്ങളാണ് ഞാൻ ഇനി താങ്കളുമായി ബന്ധപ്പെടുന്നത്, താങ്കൾക്ക് ഇൻഫർമേഷൻസ് നൽകുന്നത്. നല്ല അസൈൻമെന്റ് എങ്ങനെ എഴുതാം ഈ വീഡിയോയിൽ തന്നെ ഞാൻ അത് നൽകിയിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട്. നല്ല മോഡൽ അസൈൻമെന്റ് നമുക്ക് എങ്ങനെ എഴുതാം മനോഹരമായിട്ട് 90% കൂടുതൽ മാർക്ക്. അസൈൻമെന്റിന് തോൽക്കുന്ന ചരിത്രം ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. നല്ല അസൈൻമെന്റ് എഴുതുന്ന മാതൃക ഞാൻ കുറെ വീഡിയോസിൽ തന്നിട്ടുണ്ട്, അത് നിർബന്ധമായും വാച്ച് ചെയ്യുക. അസൈൻമെന്റ് എഴുതാൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡിസ്കഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്യൂട്ടർ മാർക്ക് ചെയ്തതിന് ശേഷം ഈ അസൈൻമെന്റ് വാങ്ങാൻ സ്ഥിരമായി സ്റ്റഡി സെന്ററുമായി ബന്ധപ്പെടണം. ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് തിരിച്ച് നിങ്ങൾ വാങ്ങേണ്ടതുണ്ട്. ഹൗ ഷുഡ് ദ അസൈൻമെന്റ് ബി സബ്മിറ്റഡ് എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ട് എഴുതുക. വെറുതെ ചിത്രപ്പണിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അതിൽ വേണമെങ്കിൽ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ, ടേബിളാർ ഫോമിലൊക്കെ നമുക്കത് കാണിക്കാം, അസൈൻമെന്റ് എഴുതി വെക്കാം. അതിന്റെ ഏറ്റവും മുകളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വെക്കുക. ചോദ്യങ്ങളെല്ലാം പകർത്താൻ നിൽക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ വെക്കുക, ഉത്തരത്തിന് നമ്പർ മാത്രം കൊടുക്കുക. അതിന്റെ മുകളിൽ ഫേസിംഗ് ഷീറ്റ് ഉണ്ട്, 2 തരത്തിലുള്ള ഫേസിംഗ് ഷീറ്റ് ഉണ്ട്. അത് എം നോട്ട്സിലെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട ഉടനെ അത് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് എടുത്ത് എത്ര അസൈൻമെന്റ് ഉണ്ടോ അത്രയും പ്രിന്റ് നിങ്ങൾ എടുത്തു വെച്ചോളൂ. ഇന്ന് ഞാൻ ആ ഷീറ്റ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ട്യൂട്ടർ മാർക്ക് ചെയ്യേണ്ടതൊന്നുണ്ട്, പോസിറ്റീവ് കമന്റ് മാത്രം നൽകേണ്ട ഒരു ഷീറ്റ് ഉണ്ട്. അതിന് മേലെ ഫേസിംഗ് ഷീറ്റ് നമ്പർ 1, നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, നിങ്ങളുടെ പേര്, നിങ്ങൾ ഏത് കോഴ്സാണ്, പ്രോഗ്രാമാണ് പഠിക്കുന്നത്, ഏത് കോഴ്സിന്റെ അസൈൻമെന്റ് ആണ് ഇപ്പോൾ എഴുതി വച്ചിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഇല്ലാത്ത ഒരു സംഗതിയും കൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. നിർബന്ധമായും താങ്കളുടെ മൊബൈൽ നമ്പർ എഴുതി വെക്കുക. വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ നിർബന്ധമായും എഴുതി വെക്കുക. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, 30 രൂപ, 40 രൂപ, 50 രൂപയ്ക്ക് കുറെ റെഡിമെയ്ഡ് അസൈൻമെന്റുകൾ കിട്ടുന്നുണ്ട്. അത് ഒരു കാരണവശാലും വാങ്ങരുത്, അതെല്ലാം തട്ടിപ്പാണ്. മാർക്കുകൾ കുറയാനുള്ള ഏറ്റവും വലിയ കാര്യം അതാണ്. മാർക്കുകൾ കുറയും. അധ്യാപകർ പൊട്ടന്മാരല്ല, മനോഹരമായ ചിന്താശേഷിയുള്ള അധ്യാപകരാണ്. ഒരേപോലുള്ള അസൈൻമെന്റുകൾ തിരിച്ചും മറിച്ചും പാരഗ്രാഫ് മാറ്റിയാൽ ഇവരെയൊക്കെ പറ്റിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങളായിരിക്കും പറ്റിക്കപ്പെടുക. 0 മാർക്ക് അസൈൻമെന്റിന് കൊടുത്തിട്ടുള്ള ചരിത്രമുണ്ട് എന്ന് മനസ്സിലാക്കുക. 100 മാർക്ക് അസൈൻമെന്റിന് കിട്ടിയതും ഉണ്ട്. 35 മാർക്ക് അസൈൻമെന്റിന് കിട്ടിയില്ലെങ്കിൽ ഡിഗ്രിയിൽ തോൽക്കും, അസൈൻമെന്റിന്റെ മാർക്ക് തോൽക്കും. PGക്ക് 40 മാർക്ക് കിട്ടിയില്ലെങ്കിൽ അസൈൻമെന്റ് തോൽക്കും. പിന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ചെയ്യുന്നത് പോലെ കൊലച്ചതിയൊന്നും ഇഗ്നോ ചെയ്യുന്നില്ല. അസൈൻമെന്റ് വൈകി വെച്ചാൽ അതിന് ഫൈൻ ഈടാക്കുന്ന ഒരു വല്ലാത്ത തരികിട ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയാണ്, MA മലയാളം സ്റ്റുഡന്റ് ആണ്. കണിശമായ എനിക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി നല്ല മതിപ്പാണ്, അതിലെ ഉദ്യോഗസ്ഥരെ പറ്റിയൊക്കെ നല്ല മതിപ്പാണ്. പക്ഷേ നമ്മുടെ റെഗുലർ കോളേജുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്നിട്ടുള്ള ചില വൃത്തികെട്ട അധ്യാപകർ, ആ വാക്ക് തന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്,
ചെയ്തത്. കാരണം ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായി ജോലി ചെയ്തിരുന്നപ്പോൾ അധ്യാപകരുടെ മനോവ്യാപാരം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. വെറും 8 മണിക്കൂർ ഒരാഴ്ചയിൽ 8 മണിക്കൂർ മാത്രം ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക് അഡീഷണൽ ഡ്യൂട്ടി ചെയ്യാൻ വയ്യ. 1 ലക്ഷം രൂപയോളം ശമ്പളം വാങ്ങുന്ന ചില നികൃഷ്ട ജീവികൾ അധ്യാപകരുടെ കോട്ടിട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ദുഷ്ടജീവികളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്താശേഷി ഇല്ലാതെ എഴുതി പടയ്ക്കുന്നത്. അങ്ങനെയുള്ളവരൊക്കെ ഡെപ്യൂട്ടേഷനിലുണ്ട്. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. സാമൂഹ്യ ശാസ്ത്രവും അതുപോലെ തന്നെ ധർമ്മശാസ്ത്രവും ഒപ്പം തന്നെ രാഷ്ട്രമീമാംസയും പഠിപ്പിക്കേണ്ട അധ്യാപകരാണ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഛിദ്രവാസന പഠിപ്പിക്കുന്നത്. സാമൂഹ്യ ബോധമില്ലാത്തവരാണ് അത്തരത്തിലുള്ള അധ്യാപകർ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നല്ല അസൈൻമെന്റ് സമർപ്പിക്കുക. അതിന്റെ മേലെ നന്നായിട്ട് വെറുതെ നമ്മുടെ റെഡ് ഗ്രീൻ ടൈ വാങ്ങാൻ കിട്ടുമല്ലോ, കെട്ടുന്ന നൂല്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ സൂചിയും നൂലും കൊണ്ട് തുന്നിക്കൂട്ടിയാൽ മതി. എന്നിട്ട് നിർബന്ധമായും നിങ്ങൾ അത് പോസ്റ്റലിൽ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്റർ എപ്പോഴും പോകേണ്ടതാണ്. ഇത് പോസ്റ്റിൽ അയച്ചു കൊടുക്കുക. മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നേരത്തെ തന്നെ പരീക്ഷ എഴുതുന്നതിന് മുമ്പേ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പരീക്ഷ എഴുതുന്നതിന് മുമ്പേ ഈ അസൈൻമെന്റ് തിരിച്ച് കൈപ്പറ്റുക. ഏതെങ്കിലും റീജിയണൽ സെന്ററിൽ നിന്ന് അസൈൻമെന്റ് തിരിച്ച് തരുന്നില്ല എങ്കിൽ അത് ഉടനെ തന്നെ റീജിയണൽ സെന്ററിന് കംപ്ലൈന്റ് കൊടുക്കുക. ഒപ്പം തന്നെ ഹയർ അതോറിറ്റി ഡൽഹിക്ക് കംപ്ലൈന്റ് കൊടുക്കുക. തൂക്കി വെക്കാനൊന്നും അല്ലല്ലോ ഈ അസൈൻമെന്റ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങളുടെ മാർക്ക് എത്രത്തോളം ഇട്ടിട്ടുണ്ട്, ഇനി ഞാൻ എത്രത്തോളം പൊതുപരീക്ഷയ്ക്ക് പ്രിപ്പയർ ആകേണ്ടതുണ്ട്, ഞാൻ എങ്ങനെയൊക്കെയാണ് തയ്യാറാകേണ്ടതുണ്ട് എന്നറിയാനുള്ള ഏറ്റവും നല്ല ടൂളാണ്. മോഡൽ അസൈൻമെന്റിനെ പറ്റിയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഞാൻ തരുന്നുണ്ട്. വിച്ച് അസൈൻമെന്റ് ഷുഡ് ബി റിട്ടൺ എന്ന് ഞാൻ ഈ പറഞ്ഞത്, ഏത് അസൈൻമെന്റ് ആണ് ഞാൻ എഴുതേണ്ടത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഇപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു. ഡിസംബർ 23 പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നവർ, ഇതിനു മുമ്പ് അസൈൻമെന്റ് സമർപ്പിക്കാത്ത, ഡിസംബർ 23 പരീക്ഷ എഴുതിയെടുത്തോളൂ. വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ല. ഡിസംബർ 23 പരീക്ഷ എഴുതുന്ന സെമസ്റ്റർ കുട്ടികൾ ജൂലൈ 23 അസൈൻമെന്റ് ആണ് എഴുതേണ്ടത്. ഡിസംബർ 23 പരീക്ഷ എഴുതുന്ന ആനുവൽകാർ ജാനുവരി 23 എന്ന് പ്രിന്റ് ചെയ്ത് 2 വാക്കുകൾ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു ജൂലൈയും ഒരു ജാനും എഴുതിയിട്ടുണ്ടാവും. അതിൽ ഡിസംബർ 23 പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആനുവൽ പ്രോഗ്രാമുകാർ ജാനുവരി 23 അസൈൻമെന്റ് ആണ് എഴുതേണ്ടത്. കൃത്യമായി പറയാം. ഇനി അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എടുക്കാൻ പ്രയാസമാണോ? മുബാറക് മാഷിന് വാട്സപ്പ് ചെയ്തോളൂ. അസൈൻമെന്റ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. വളരെ സിമ്പിൾ ആയിട്ട് അസൈൻമെന്റ് ഇട്ടുതരാം. അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ സൊല്യൂഷൻ ചോദിച്ചുകൊണ്ട് ഒരിക്കലും എന്നോട് സമീപിക്കരുത്. ഞാൻ പുളിച്ച തെറി പറയും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. അസൈൻമെന്റിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് വരരുത്. അസൈൻമെന്റ് എഴുതാനുള്ള കുറെ നല്ല റെഫറൻസ് മെറ്റീരിയൽ ഗൈഡ് വേണമെങ്കിൽ ചോദിച്ചോളൂ. അത് ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡുകൾ നമുക്ക് ലഭ്യമാണ്. ഏറ്റവും പ്രത്യേകം തയ്യാറാക്കിയത്. നല്ല ക്ലാസുകൾ നിങ്ങൾക്ക് വേണോ? ആ ക്ലാസുകൾ നമുക്ക് ലഭ്യമാണ്. ഇഗ്നോ ക്ലാസുകൾ നൽകുന്നുണ്ട്. 2 തരത്തിലാണ് ഇഗ്നോ നമുക്ക് ഇത് നൽകുന്നത്. ഓക്കെ, 2 തരത്തിലാണ്. ടീച്ചർ പ്രൊവൈഡഡ് ഉണ്ട്, യൂണിവേഴ്സിറ്റി പ്രൊവൈഡഡ് ഉണ്ട്. അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. വിച്ച് ഷുഡ് ബി റിട്ടൺ, ഏതാണ് ഞാൻ എഴുതേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൻ ടു റൈറ്റ് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഇനി ഞാൻ ഇപ്പൊ തരുന്നത്. എപ്പോഴാണ് എഴുതേണ്ടത്? ഇപ്പോൾ മുതൽ നിങ്ങൾ എഴുതി തുടങ്ങിക്കോളൂ. ഡിസംബർ 23 പരീക്ഷ എഴുതാൻ പോകുന്നത്. നവംബറിനുള്ളിൽ സമർപ്പിച്ചോളൂ. ഇപ്പൊ നമ്മൾ ഏത് മാസമേ ഉള്ളത് എന്നറിയാമല്ലോ. ഇപ്പോൾ മുതൽ ഈ വീഡിയോ കാണുന്നത് മുതൽ എഴുതാൻ തുടങ്ങിക്കോളൂ. നവംബറിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്തോളൂ. ഡിസംബറിലെ ജാനുവരിയിലെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഡിസംബറിൽ നിങ്ങൾക്ക് അത് വാല്യൂ ചെയ്തിട്ടുണ്ടാവും. ജാനുവരിയിൽ നിങ്ങൾ എത്രത്തോളം വാല്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ വാല്യൂ ചെയ്തിട്ടില്ലേ എന്ന് നിങ്ങളുടെ റീജിയണൽ സെന്ററിന് പ്രഷർ കൊടുക്കുന്നില്ലയോ, സ്റ്റഡി സെന്ററിന് പ്രഷർ കൊടുക്കുന്നില്ലയോ, അത്രത്തോളം വൈകും നിങ്ങളുടെ യഥാർത്ഥ മാർക്കുകൾ വാങ്ങാൻ. അപ്പൊ നേരത്തെ തന്നെ അസൈൻമെന്റ് എടുക്കുക, നേരത്തെ തന്നെ അസൈൻമെന്റ് എഴുതുക, നേരത്തെ തന്നെ പോസ്റ്റലിലെ റീജിയണൽ സ്റ്റഡി സെന്ററിലേക്ക് അയച്ചു കൊടുക്കുക. അത് വാല്യൂ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് നിങ്ങൾ കൈപ്പറ്റുക. പരീക്ഷയ്ക്ക് മുമ്പ് കൈപ്പറ്റുക. പരീക്ഷയ്ക്ക് വേണ്ടി ആ അസൈൻമെന്റുകളും ഒന്നും കൂടി പഠന വിധേയമാക്കുക. അങ്ങനെ നല്ല സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, നല്ല റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടായിരിക്കണം, അതിന് നല്ല ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, നല്ല ഒരു ബോഡി
ബോഡി കൊടുക്കണം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇങ്ക് താങ്കൾക്ക് യൂസ് ചെയ്യാം. ചോപ്പ്, നീല, കറുപ്പ്, എങ്ങനെ വേണമെങ്കിലും ഹെഡിങ്ങിനൊക്കെ ചോപ്പ് കൊടുക്കാം. അണ്ടർലൈൻ വേണമെങ്കിൽ ചോപ്പ് കൊണ്ട് കൊടുക്കാം. അവർ മാർക്ക് തരുന്നത് വേറെ ചോപ്പിലുണ്ടാവും, നിങ്ങളുടേത് വെറുതെ ഒരു അണ്ടർലൈനിനൊക്കെ ഡിഫറെന്റ് ഇങ്ക് യൂസ് ചെയ്യാം. ഇഗ്നോയുടെ മാനുവലിൽ പറയുന്ന വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. നല്ല പിക്ചേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാം, ട്രീ ഡയഗ്രം കൊടുക്കാം, മേഘങ്ങളെ പോലെ കൊടുക്കാം, ചിന്തിക്കുന്നത് പോലെ കൊടുക്കാം, നല്ല ഷേപ്പുകൾ നമുക്ക് വരയ്ക്കാം, ടേബിളാർ കോളത്തിൽ നമുക്ക് പരിചയപ്പെടുത്താം, അണ്ടർലൈൻ നമുക്ക് കൊടുക്കാം. സിമ്പിൾ ആയിട്ട് ബൈൻഡ് ചെയ്യുക, നല്ല മനോഹരമായി സബ്മിറ്റ് ചെയ്തിട്ട് 95+ മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് എം നോട്ട്സ് പ്രത്യേകം തയ്യാറാക്കിയ റെഫറൻസ് മെറ്റീരിയൽ, ലേബർ ഇന്ത്യ, സ്കൂൾ മാസ്റ്റർ പോലുള്ള റെഫറൻസ് മെറ്റീരിയൽ താങ്കൾക്ക് ലഭിക്കാൻ ഈ വീഡിയോയിലുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇഗ്നോ റെഫറൻസ് മെറ്റീരിയൽ എന്ന് മാത്രം ചെയ്യുക. പ്രത്യേകിച്ച് MBA, MA സൈക്കോളജി, MSW, MA പൊളിറ്റിക്കൽ സയൻസ്, MA ഇംഗ്ലീഷ്, MCOM, ഇവർക്കെല്ലാം തന്നെ പുറത്ത് വേറെ ഒരു മാർഗവും ഇല്ലാതിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുപോലെ തന്നെ BA പ്രോഗ്രാമുകൾക്ക് നല്ല ക്ലാസുകൾ മലയാളത്തിൽ ലളിതമായ ശൈലിയിൽ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് താങ്കൾക്ക് ക്ലാസുകൾ തരുന്നു. നാമമാത്രമായ ഫീസേ ഉള്ളൂ അവർ വാങ്ങുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. 1000 വട്ടം മുബാറക് മാസ്റ്ററിനെ വിശ്വസിച്ച് നിങ്ങൾക്ക് ഇത് ചേരാവുന്നതാണ്. ഇങ്ങനെ ഒരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടി എന്ന് നാളെ നിങ്ങൾ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എനിക്കിതെല്ലാം കഴിയും എന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് പോലുള്ള ഒരു സീറോ ലെവലിലാണ്, ഇങ്ങനെ ഒരു ബ്ലാങ്ക് ആയിട്ട് കുറെ ഇൻഫർമേഷൻ. പക്ഷെ നമ്മൾ ചിത്രങ്ങളും ഷേപ്പും വർണ്ണങ്ങൾ കളറെല്ലാം കൊടുത്ത് ഡിഫറെന്റ് ഇങ്ക് എല്ലാം കൊടുത്താൽ ഈ ചിത്രം തന്നെ, ഈ ഒരു പേജ് തന്നെ ഈ രൂപത്തിൽ മനോഹരമാക്കി മാറ്റാം. കണ്ടില്ലേ എത്ര മനോഹരമായി, ഇതൊരു വഴി, ഒരു ഒഴുക്ക് പോലെ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്തു, teacher provided, university provided, advantage, disadvantages, which should be written, when to write, sample assignment, structure, writing style, introduction, body, different ink, picture, shapes, tables, underline, symbol binding, final submission, 95+ marks. ആകാശം മുഴുവൻ നക്ഷത്രം തെളിയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിന് നക്ഷത്രം തെളിയുന്ന, സന്തോഷം തെളിയുന്നത് നല്ല അസൈൻമെന്റുകൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. അസൈൻമെന്റിന്റെ ഡേറ്റുകൾ നേരത്തെ ഉള്ളത്, ഇത് ഓവർസീസ് സ്റ്റുഡൻസിന് അസൈൻമെന്റ് വെക്കാനുള്ള ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും പോകരുത്. 40 രൂപയ്ക്ക് റെഡിമെയ്ഡ് ആൻസർ ഒക്കെ കിട്ടിയ ട്രൂ സ്റ്റോറീസ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അസൈൻമെന്റ് എഴുതിയിട്ട് 2 കൊല്ലവും 14,000 രൂപയും നഷ്ടപ്പെട്ട ഒരു ദുരന്ത അനുഭവം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് താങ്കൾ കാണുക. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇനി പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർ ആരാണ്? ഡിസംബർ 23 പരീക്ഷ എഴുതുന്നവർ. ആ പരീക്ഷ എപ്പോഴാണ് തുടങ്ങുന്നത്? 1/12/23 മുതൽ പരീക്ഷ തുടങ്ങി 10/1/24 അവസാനിക്കും. ആ ഡിസംബർ പരീക്ഷ എഴുതാൻ തയ്യാറാവുന്നവർ, സെമസ്റ്റർ പ്രോഗ്രാം ചെയ്യുന്നവർ, അവർ ജൂലൈ 23 അസൈൻമെന്റ് ആണ് എഴുതേണ്ടത്. ജൂലൈ 23 അസൈൻമെന്റ് ആണ് എഴുതേണ്ടത്. ഡിസംബർ 23 പരീക്ഷ എഴുതുന്ന ആനുവൽകാർ ജാനുവരി 23 പരീക്ഷയാണ് എഴുതേണ്ടത്. പ്രിയപ്പെട്ടവരെ, വളരെ ആഴത്തിൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി നല്ല അസൈൻമെന്റ് താങ്കളുടെ ജീവിതത്തിലേക്ക് നല്ല മുതൽക്കൂട്ടായിരിക്കും. ഏറ്റവും നല്ല സന്തോഷ വർത്തമാനം താങ്കൾക്ക് ഉണ്ടാകട്ടെ. മാതൃകാ അസൈൻമെന്റുകൾ ഞാൻ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അവ പരിപൂർണമായും താങ്കൾ വാച്ച് ചെയ്യുക. എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ. ഇവിടെ അസൈൻമെന്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക. ഒരു ഉദാഹരണത്തിന് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഡിഗ്രി അസൈൻമെന്റ് എങ്ങനെ എടുക്കാം എന്നുള്ളത് കാണിച്ചു തരുന്നു. ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാമില് നമ്മൾ ഇവിടെ കണ്ടില്ല, എല്ലാറ്റിലും ജൂലൈ 23 ജാനുവരി 24 എന്നിങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. നമ്മൾ ആദ്യത്തെ തന്നെ ഇപ്പൊ ജൂലൈ 23 ജാനുവരി 24. നിങ്ങൾ ഇപ്പോൾ സെമസ്റ്ററുകാരാണ് എങ്കിൽ BBA, BCA, പിന്നെ
മാത്രമേ ഇവിടെ ബാച്ചിലർ പ്രോഗ്രാമിൽ ഈ ജൂലൈ 23 ക്ലിക്ക് ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും എടുക്കേണ്ടത് ഈ ജാനുവരി 23 ജൂലൈ 23 ആണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒന്നാമത്തെ ക്ലിക്ക് ചെയ്യുന്നത് ആരായിരിക്കണമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഒന്നാമത്തത് ക്ലിക്ക് ചെയ്യേണ്ടവർ ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് ഡിസംബറിൽ പരീക്ഷ എഴുതുന്ന സെമസ്റ്ററുകാരുണ്ടെങ്കിൽ മാത്രമേ അവിടെ ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ BCA എന്നുള്ളത് ആ വിഭാഗത്തിൽ അവിടെ വരുന്നുണ്ട്. അപ്പൊ BCA ഫസ്റ്റ് സെം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. BCAയുടെ ഫസ്റ്റ് സെമ്മിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ കുറെ ഡീറ്റെയിൽ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ആ ഡീറ്റെയിൽ വളരെ മനോഹരമായിട്ടുള്ള അസൈൻമെന്റ് ആണ്. ഇവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ജൂലൈ 23 ജാനുവരി 24 രണ്ട് സെഷൻകാരും ഈ ഇത് ഉപയോഗിക്കാം. ജൂലൈ 23 ഉള്ളവർ ഡിസംബർ 24 പരീക്ഷ എഴുതണം. ജാനുവരി 24 അഡ്മിഷൻ എടുക്കുന്നവർ ജൂൺ 24 പരീക്ഷ എഴുതണം എന്ന് മനസ്സിലാക്കുക. ഇതിൽ താങ്കൾക്ക് ആവശ്യമായിട്ടുള്ള FEG2, ECO 1, BCS 11, BCS 12, BCSL 13 എന്നുള്ളതിന്റെ കൃത്യമായി ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒക്ടോബർ 31 അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ 23 തന്നെ സബ്മിറ്റ് ചെയ്യണം. പക്ഷെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നവംബർ വരെ ചെയ്യാനുള്ള സമയമുണ്ട്. ഇപ്പോൾ അഡ്മിഷൻ എടുത്തവരാണല്ലോ, ജസ്റ്റ് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ അഡ്മിഷൻ എടുക്കുന്നവർക്കടക്കം ഇത് ബാധകമാണ് എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ തൃപ്തികരമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ഒരു കാര്യവും കൂടി പറഞ്ഞു തരാം. ജാനുവരി 23 ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എടുക്കുന്ന BA ഇംഗ്ലീഷുകാർ അവരെല്ലാവരും ഇവിടെ ജാനുവരി 23 അസൈൻമെന്റ് എടുക്കേണ്ടത്. ജാനുവരി 23 അസൈൻമെന്റ് ആണ് നമ്മൾ എപ്പോഴാണ് ജാനുവരി 23 അസൈൻമെന്റ് ജൂലൈ 23 ജാനുവരി 23 നമ്മൾ ഡിസംബർ 23 പരീക്ഷ എഴുതാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർ 182 എന്നുള്ള പേപ്പർ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ജാനുവരി 23 പ്രത്യേകം മനസ്സിലാക്കുക. ആനുവൽകാർ കൃത്യമായി ജാനുവരി 23 അസൈൻമെന്റ് എടുക്കേണ്ടത്. ജാനുവരി 23 ഇവിടെ ജനുവരി 23 തഥാ ജൂലൈ 23 എന്ന് രണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജാനുവരി 23 ഇത് എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ചിലതെല്ലാം അസൈൻമെന്റുകൾ വരുന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾ ബേജാറാകേണ്ടതില്ല. അസൈൻമെന്റ് വരുന്ന മുറയ്ക്ക് നമുക്ക് എഴുതാം. ഇപ്പോൾ ആരും ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ജാനുവരി 23 അസൈൻമെന്റ് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ജൂലൈ 23 ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ തൊട്ട് മുമ്പിലുള്ള ബാച്ചിന്റെ അസൈൻമെന്റും എഴുതാൻ പറ്റോ. അതിലെന്താണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കൂ. ഇവിടെ ജാനുവരി 23 ജൂലൈ 23 ഇതിന്റെ തൊട്ട് മുമ്പിലുള്ളത് ജൂലൈ 23 ജാനുവരി 24 നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അത് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ജൂൺ 24 പരീക്ഷ എഴുതുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ബാധകമുള്ളൂ. നിങ്ങൾ എടുക്കേണ്ടത് ഈ ഒരു ഭാഗത്താണ്. ഞാൻ BSc ബയോകെമിസ്ട്രിയുടെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. BSc ബയോകെമിസ്ട്രിയിൽ ആ കുട്ടി ആനുവൽ പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ആനുവൽ പ്രോഗ്രാമില് നമ്മൾ ഡിസംബർ 23 പരീക്ഷ എഴുതുമ്പോൾ ജാൻ 23 ഫസ്റ്റ് ഇയർ ആണ് എടുക്കേണ്ടത്. ജാനുവരി 23 ഫസ്റ്റ് ഇയറിലെ BBCCT ബോട്ടണിയുടെ പേപ്പർ എടുക്കുന്നത് ഈ ഒരു പേപ്പർ ആയിരിക്കണം. ഈ ഒരു പേപ്പർ എടുത്തിട്ടാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. വീണ്ടും ശ്രദ്ധിക്കുക, ജൂലൈ 22 അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ ഓക്കെ ജൂൺ 23 വരെ ഇത് ബാധകമാണ്. ജൂലൈ 22 ജാനുവരി 23 ജൂൺ 23 3 ബാച്ചിന് ഇത് ബാധകമാണ് ഈ ഒരു അസൈൻമെന്റ്. അങ്ങനെ പലതും മാറി മാറി വരും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ടാകും. ഇത് ഒരിക്കലും കൺഫ്യൂഷൻ ആകാത്ത തരത്തിൽ നിങ്ങൾ എഴുതിയെടുക്കുക. വീഡിയോ വളരെ വലുതായി പോയി എന്നുള്ള ആശങ്ക നിങ്ങൾക്ക് വേണ്ട. നിങ്ങളെ പറ്റിയുള്ള നല്ല കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീണ്ടും അവസാനം നോക്കുന്നവർക്ക് വേണ്ടി വീണ്ടും ഞാൻ ഒരു കാര്യം പറയുന്നു. ഡിസംബർ 23 പരീക്ഷ എഴുതുന്നത് 2 വിഭാഗം ആളുകൾ. ഒന്ന്
6 മാസത്തെ കോഴ്സ് ചെയ്തവർ അല്ലെങ്കിൽ സെമസ്റ്റർ പ്രോഗ്രാം ചെയ്യുന്നവർ, ആ സെമസ്റ്റർ പ്രോഗ്രാം 6 മാസത്തെ പ്രോഗ്രാം ചെയ്യുന്നവർ ജൂലൈ 23 അസൈൻമെന്റ് ആണ് എഴുതേണ്ടത്. ഡിസംബർ 23 പരീക്ഷ എഴുതുന്നവർ അവർ ആനുവൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ ജാനുവരി 23 അസൈൻമെന്റ് ആണ് എഴുതേണ്ടത്. അത് കൃത്യമായി മനസ്സിലാക്കുക. അസൈൻമെന്റ് ആവശ്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നല്ല റഫറൻസ് മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ സഹോദര സ്ഥാപനമായിട്ടുള്ള എഡ്ജില് മനോഹരമായ ക്ലാസുകൾ ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധമായും താങ്കൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ താങ്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളെ ചേർന്നവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.